ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് വനമേഖല കൂടി ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. ഈ പഞ്ചായത്തിൽ മാത്രം 800-ൽ കൂടുതൽ കർഷകർ തേനീ വളർത്തുകയും തേൻ വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് കേരള ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കണക്ക്. ഇവരുടെ കൃഷിയിടങ്ങളിലെ 9,000-ഓളം തേനീച്ചക്കൂടുകളിൽ നിന്ന് ഒരു തേൻ കാലത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തേൻ 40 ടണ്ണിലേറെ ഉണ്ടെന്നാണ് സൊസൈറ്റി അവകാശപ്പെടുന്നത്. ഇത്രയധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്തും കേരളത്തിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് ഉടുമ്പന്നൂർ പഞ്ചായത്തിനെ കേരളത്തിന്റെ തേൻ ഗ്രാമമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ കാണുന്ന ചെറുതേനീച്ചകളിൽ പ്രധാനി ട്രൈഗോണ ഇരഡിപ്പെനീസ് എന്ന ഇനമാണ്. ഇവ സംഭരിക്കുന്നതാണ് ചെറുതേനായി നമുക്ക് ലഭിക്കുന്നത്. ഔഷധ ഗുണം കൂടുതലും ഉയർന്ന വിലയും ലഭിക്കുമെങ്കിലും ഉൽപാദനം കുറവായതുകൊണ്ട് തേനീച്ച കർഷകർ പൊതുവെ ആശ്രയിക്കുന്നത് ഞൊടിയൽ തേനീച്ച അഥവാ വൻ തേനീച്ചകളെയാണ്. ഉടുമ്പന്നൂരിൽ കൂടുതലും ഞൊടിയൽ തേനീച്ചകളെയാണ് വളർത്തുന്നത്. റബ്ബർ തോട്ടങ്ങൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് റബ്ബറിന്റെ തേനാണ് കൂടുതലും ഈച്ചകൾ ശേഖരിക്കുന്നത്. റബ്ബർ തോട്ടത്തിനിടയിലായി ധാരാളം പെട്ടികൾ വെച്ചു കൊടുത്തിരിക്കുന്നു. ഡിസംബറിൽ റബ്ബറിന്റെ ഇല പൊഴിച്ചു കഴിഞ്ഞ് തളിരിൽ വരുന്ന സമയമാണ് ജനുവരി. അതുകൊണ്ട് തന്നെ ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഒരു തേൻകാലം. ഈ സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം തേനെടുക്കാൻ സാധിക്കും. ശരാശരി ഒരു പെട്ടിയിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ 1.5 കുപ്പി തേനും ലഭിക്കാറുണ്ട്. തേനെടുക്കുന്ന സമയത്ത് ഇന്ന് തേനെടുത്താൽ 8 ദിവസം കൂടുമ്പോൾ തേനെടുക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് തേനെടുക്കാവുന്ന ഒരു കൃഷി രീതിയാണ് തേനീച്ച കൃഷി. ഒരു കർഷകനെ സംബന്ധിച്ച് റബ്ബറിന് വില കുറവുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള റബ്ബർ കർഷകർക്കാണ്. 10 വർഷം പ്രായമായ ഒരു റബ്ബർ മരം 4.5 കിലോ തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തേനീച്ച കർഷകർക്ക് വേണ്ടി റബ്ബർ ബോർഡ് വ്യാപകമായിട്ട് സബ്സിഡി നിരക്കിൽ തേനീച്ച കോളനികൾ വിതരണം ചെയ്യുന്നത്. ഉടുമ്പന്നൂർ 750 കർഷകരാണ് ഈ കൃഷി രീതിയിലുള്ളത്. 7,500-ഓളം കോളനികൾ ഉണ്ട്. 1000 തേനീച്ച കോളനിയുള്ള കർഷകനും ഇതിനൊപ്പം ഉണ്ട്. 5 മുതൽ 2 വരെ പെട്ടിയുള്ള ആളുകളുണ്ട്. അവർക്ക് അവരുടെ വീട്ടാവശ്യത്തിനുള്ള തേൻ ലഭിക്കുന്നു. തേനിൻ്റെ ഔഷധ ഗുണം, തേൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തേൻ കഴിക്കുന്ന ആളുകൾക്ക് ഒരു രോഗങ്ങളും വരില്ല എന്നുള്ളതാണ് ഒരു തേനിൻ്റെ പ്രത്യേകത. പ്രധാനമായിട്ടും ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പല മാരക രോഗങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ആണ് കടന്നു വരുന്നത്. ഈ മാരക രോഗങ്ങളിൽ നമുക്ക് വിമുക്തി നേടാൻ തേനിൻ്റെ ഔഷധ ഗുണത്തിന് സാധിക്കും. ഞൊടിയൽ തേനീച്ചയ്ക്ക് 3ഉം 4ഉം പെട്ടികൾ ഒന്നിനു മുകളിലായി അടുക്കി വയ്ക്കുന്നു. ഏറ്റവും താഴത്തെ പെട്ടിയിലാണ് ദ്വാരമിട്ട് വയ്ക്കുന്നത്. ഓരോ പെട്ടിയിലും 4 റാഗലുകൾ വീതം വെച്ചിട്ടുണ്ടാവും. വെള്ളമിറങ്ങാതിരിക്കാൻ മഴക്കാലത്ത് പ്ലാസ്റ്റിക് പേപ്പർ മുകളിൽ വിരിക്കും. 2 അടി പൊക്കമുള്ള ഒരു തൂണിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലാണ് ഈ പെട്ടി വയ്ക്കുന്നത്. പെട്ടിയുടെ താഴെയായി ഉറുമ്പ് കയറാതിരിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും. ഏറ്റവും താഴെയുള്ള പെട്ടി തേനെടുക്കാനായി ഒരിക്കലും എടുക്കാറില്ല. റാണി ഈച്ച ഈ പെട്ടിയിലാണ് ഉണ്ടാവുക. ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയായ കെ രവീന്ദ്രൻ എന്ന കർഷകന്റെ പുരയിടത്തിൽ 200-ലധികം പെട്ടികളാണ് ഇപ്പോഴുള്ളത്.
വീടിന് ചുറ്റുമായി 25ഓളം പെട്ടികളും വെച്ചിരിക്കുന്നു. ഇവിടെ മാസത്തിൽ 1ഉം 2ഉം ട്രെയിനിംഗ് ക്ലാസുകൾ നടക്കുന്നുണ്ട്. പെട്ടി മാത്രമായിട്ടും ഈച്ചയോടുകൂടിയും വിതരണവുമുണ്ട്. ഈച്ചയോടുകൂടിയുള്ള ഒരു പെട്ടിക്ക് 600 രൂപ വിലയ്ക്ക് വിൽക്കും. തേനീച്ച കർഷകർക്ക് കോളനി പിരിക്കാൻ അറിയാമെങ്കിൽ ഇത് ഒരു അധിക വരുമാനമായിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഉടുമ്പന്നൂർ ഓർഗാനിക് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലെ തേനീച്ച കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർക്ക് തേനീച്ച ട്രെയിനിങ് കൊടുക്കുന്നു. അതോടൊപ്പം കർഷകർക്ക് സബ്സിഡി നിരക്കിൽ 600 രൂപ റേറ്റിൽ തേനീച്ച കോളനിയും വിതരണം ചെയ്യുന്നു. ഈ രീതിയിൽ ഏതാണ്ട് 850ഓളം കർഷകർ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ മാത്രമുണ്ട്. അതുകൂടാതെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഓർഗാനിക് സൊസൈറ്റിയിൽ നിന്ന് പെട്ടി ഖാദി ബോർഡിൻ്റെയും ഹോർട്ടികോർപ്പിൻ്റെയും സഹകരണത്തോടെ വിതരണം ചെയ്തു വരുന്നതാണ്. ഓരോ ആഴ്ചയിലും പെട്ടിയുടെ മുകളിലത്തെ അടപ്പ് തുറന്ന് തൊട്ട് താഴെയിരിക്കുന്ന പെട്ടിയിലുള്ള റാഗലുകൾ എടുക്കും. എടുക്കുമ്പോൾ സ്മോക്കർ ഉപയോഗിച്ച് പുകയടിച്ച് ഈച്ചകളെ അകറ്റി റാഗലുകൾ വൃത്തിയുള്ള പാത്രത്തിലേക്ക് വയ്ക്കുന്നു. സാധാരണയായി ഈ സമയം കൊണ്ട് തേനറകൾ തേൻ നിറച്ച് അടച്ചു വച്ചിരിക്കും. തേനറയുടെ 2 ഭാഗവും ഒരു കത്തി ഉപയോഗിച്ച് കട്ടി കുറച്ച് ചെത്തി റാഗൽ ഹണി എക്സ്ട്രാക്റ്റിലേക്ക് വയ്ക്കുന്നു. എക്സ്ട്രാക്ടർ സാവധാനം കറക്കുമ്പോൾ തേനെല്ലാം ഇതിലേക്ക് വീഴും. അതിനുശേഷം തേൻ അരിച്ചെടുക്കുക. ഒരു ദിവസം ചെറിയ വെയിലത്ത് വെച്ച ശേഷം കുപ്പികളിലേക്ക് പാക്ക് ചെയ്ത് വിപണനം നടത്തും. ബാക്കിയുള്ള തേൻ സൊസൈറ്റിക്ക് കൊടുക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ തേനും സൊസൈറ്റി ശേഖരിക്കാറുണ്ട്. നല്ല വിലയും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഉടുമ്പന്നൂരിലെ തേനീച്ച കർഷകർക്ക് വിപണനം ഒരു പ്രശ്നമേ ആകാറില്ല. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ കരിപ്പിൻകയം എന്ന സ്ഥലത്തെ ഒരു ജൈവ കർഷകനാണ് VI ദിവാകരൻ. ഇദ്ദേഹം ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ആദിവാസി മലയരയ വിഭാഗത്തിൽപ്പെട്ട ഇദ്ദേഹം ഒരു പരമ്പരാഗത വൈദ്യനുമാണ്. ഇദ്ദേഹം നിർമ്മിക്കുന്ന ഹണി ടീ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇദ്ദേഹത്തിന്റെ 2.5 ഏക്കർ പുരയിടത്തിൽ ഹണി ടീക്കായി തേയില കൃഷിയും നടത്തുന്നു. 11,000 ചുവട് ഉപാധി 9 എന്ന തേയില ജൈവവളം മാത്രം ഉപയോഗിച്ച് വളർത്തുന്നു. തേയില മാസത്തിൽ 2 പ്രാവശ്യം നുള്ളിയെടുക്കും. ഒരു പ്രാവശ്യം 3000 കിലോ വരെ തേയില ലഭിക്കാറുണ്ട്. ഹണി ടീക്കുള്ളത് സ്വന്തമായി തണലത്ത് ഉണക്കി പൊടിച്ചെടുക്കും. ബാക്കിയുള്ളത് പുറത്തുള്ള ഫാക്ടറിയിൽ വിൽക്കും. കേരള ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ഉടുമ്പന്നൂർ പഞ്ചായത്തിനെ ഒരു ജൈവ തേൻ ഗ്രാമമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഒരു നല്ല കർഷകനാണ് ശ്രീ VI ദിവാകരൻ വലിയപുരയ്ക്കൽ എന്ന കർഷകൻ. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഉപ്പുകുന്ന് എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചു വരുന്നത്. അദ്ദേഹത്തിന് അവിടെ ഏക്കർ കണക്കിന് കൃഷിയുണ്ട്. ഇത് പ്രധാനമായിട്ടും ജൈവ കൃഷിയാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. ജൈവ കൃഷി മാത്രമാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, തേയില ഉൾപ്പെടെ ഉള്ള കൃഷികൾ അദ്ദേഹത്തിനുണ്ട്. ഉടുമ്പന്നൂർ ഒരു മലയോര ഗ്രാമമാണെങ്കിൽ പോലും ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ
തേയില കൃഷിയുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ്. വളരെ നല്ല രീതിയിൽ ജൈവകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കാര്യമായിട്ട് കൃഷിഭവനെ സമീപിക്കുകയോ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യാറില്ലാത്ത ഒരാളാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് ആത്മയുടെ ഒരു പദ്ധതിയായ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കൃഷിഭവൻ തലത്തിൽ ഒരു കൃഷി ഓഫീസർ എന്ന നിലയിൽ ഞാൻ ആലോചിച്ചു. ഈ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഒരു കർഷകന് ഒരു പശു വളർത്തൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പശു വളർത്തൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഈ പദ്ധതിയിൽ പെടുത്താൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. 400 ചുവട് കുരുമുളകും തേയിലയുടെ ഇടവിളയായി നട്ടിരിക്കുന്നു. പന്നിയൂർ 1 മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 18 വർഷമായി ചാണകം മാത്രമാണ് വളമായി ഇടുന്നത്. സിൽവർ ഓക്ക് മരങ്ങൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ഓരോ ചുവട്ടിലും 4 കൊടികൾ വീതം നട്ടതാണ്. കുരുമുളകിന് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവെടുപ്പ് സാധ്യമാവുകയുള്ളൂ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വിളവെടുപ്പ് നടത്തുന്നത്. സാധാരണയായി നല്ല വിളവാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ നിന്ന് കുരുമുളക് വിൽക്കാൻ സാധിച്ചു. കീടനാശിനികൾ ഒന്നും ഇതുവരെ പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല. പന്നിയൂർ കുരുമുളക് നമ്മളിവിടെ എടുക്കുന്നത് വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ ആണ് അത് എടുക്കുന്നത്. പറിക്കുന്നതും അത് മെതിക്കുന്നതും അത് ഉണങ്ങുന്നതും ഒക്കെ. എങ്കിലും അത് 2 ഇനം, കാരണം വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന വെള്ളക്കുരുമുളക് ആക്കിയെടുക്കുന്നത് ഈ കുരുമുളകിൻ്റെ പഴുത്തത് മാത്രം തിരിച്ചെടുത്ത് അതിൻ്റെ പ്രത്യേക രീതിയിൽ അത് തൊലി കളഞ്ഞ ശേഷം അത് വെളുത്ത കളർ വരും. അത് ആണ് പ്രത്യേക രീതിയിൽ നമ്മൾ ഉണങ്ങിയെടുക്കുന്നത്. അതിന് സാധാരണ കുരുമുളക് േക്കാട്ടിലും 3 ഇരട്ടി വില നമുക്ക് കിട്ടും. അത് ഗുണവും കൂടുതൽ അതിനാണ്. അല്ലാതെ എടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന കുരുമുളക് അത് പറിച്ചെടുത്ത് മെതിച്ചെടുത്ത ശേഷം വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് അത് എടുത്ത് ഈ പറഞ്ഞ പടുതായയിൽ ഇട്ട് നല്ല രീതിയിൽ ഉണങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങി വരുമ്പോൾ നല്ല കറുത്ത കളർ അതിനുണ്ടാവും. ഇതിന് നല്ല വെളുത്ത കളറും ഉണ്ടാവും വൈറ്റ് പേപ്പറിന്. കുരുമുളക് മെതി യന്ത്രം അഥവാ പെപ്പർ ക്രഷർ സ്പൈസസ് ബോർഡ് വഴി ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പറിച്ചു കൊണ്ടുവരുന്ന മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കുരുമുളകും തിരിയും വേർതിരിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുത്ത മുളക് വെയിലത്ത് ഉണക്കിയെടുക്കും. പഴുത്ത കുരുമുളക് പുറംതൊലി കളഞ്ഞ് എടുത്തുണക്കും. ഇതാണ് വൈറ്റ് പെപ്പർ. ഇത് കിലോയ്ക്ക് 2400 രൂപ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. ഇത് വലിയ വീട്ടിൽ ദിവാകരൻ അവരുടെ കൃഷിയാണ്. ഇത് ഞങ്ങളുടെ വാർഡിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു ജൈവ കൃഷി കൂടിയാണ്. കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് കൃഷിരീതി അവലംബിക്കുന്നയാളാണ്. കുടുംബപരമായിട്ട് ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ആണെങ്കിൽ പോലും ഇത്തരം ഒരു നല്ല കൃഷി ചെയ്യുന്നതിന് ഇദ്ദേഹം വളരെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള കുരുമുളക്, ഇഞ്ചി, പച്ചക്കറി, അതുപോലെ തേയില, ഇവ എല്ലാ കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ട പ്രോത്സാഹനവും ഞങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാവുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ തന്നെ 2 തവണ തിരഞ്ഞെടുത്ത ഏറ്റവും ബെസ്റ്റ് കർഷകനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സമ്മിശ്ര ജൈവ കർഷകൻ എന്ന് പറയുന്നതാകും ശരി. ഇഞ്ചി, കപ്പ, പയർ തുടങ്ങിയവയും കൃഷി ചെയ്തിരുന്നു. കപ്പ വാട്ടുകപ്പയായിട്ടാണ് കച്ചവടം.
ഇഞ്ചി വിത്ത് ഇവിടെ കച്ചവടത്തിനായി വെച്ചിരിക്കുന്നു. 500 കിലോയിൽ കൂടുതലുണ്ട്. തേന് വാസ്തവത്തിൽ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അമൃതമാണ്. അപ്പോൾ ആ തേനിനകത്ത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഈ രീതിയിലുള്ള കൊളുന്ത് അരച്ച് ഇതിനകത്ത് ഇട്ട് കഴിക്കുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു മരുന്നിനെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ പറയുന്ന തേയില ലേഹ്യം. പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ ഇഞ്ചി തേൻ എന്ന് പറയും. അത് ഈ ഇഞ്ചി ചെറുതായിട്ട് ചിപ്സ് ഇൻ ഹണി എന്ന് പറയും. അത് ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞ്, ജൈവമായിട്ടുള്ള ഇഞ്ചി തന്നെ ആയിരിക്കണം, അത് അരിഞ്ഞ് 45 ദിവസം ഇതുപോലെയുള്ള ഭരണിക്കകത്ത് കെട്ടിവെച്ചിട്ട് അതിൻ്റെ സത്തായിട്ടുള്ളതാണ് ജൈവ ഇഞ്ചി തേൻ എന്ന് പറയുന്നത്. പിന്നീട് ജൈവ തേയിലത്തേൻ എന്ന് പറയുന്നു. അത് ഇതുപോലെയുള്ള ചെറിയ കൊളുന്ത്, ഈ ചെറിയ കൊളുന്ത് നമ്മുടെ ഈ ഭരണിക്കകത്ത് ഒരു 1 കിലോയാണെങ്കിൽ 3 ഇരട്ടി തേൻ ഒഴിച്ചിട്ട് കെട്ടിവെച്ചിട്ട് 45 ദിവസം കഴിയുമ്പം എടുക്കുമ്പോൾ അതിൽ കരിയില പോലെ ആയിപ്പോവും. അതിന് പ്രധാനപ്പെട്ട സത്ത് എടുത്തതാണ് തേയിലത്തേൻ. 10 വർഷം പഴക്കമുള്ള ഒരു റബ്ബർ മരത്തിൽ നിന്ന് ഒരു സീസണിൽ 4 ലിറ്റർ തേൻ ലഭിക്കുമെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ റബ്ബർ ഉൽപാദന സഹകരണ സംഘം വഴി റബ്ബർ കർഷകർക്ക് തേനീച്ച വളർത്തലിന് 4000 രൂപ വരെ ഒരു വർഷം സബ്സിഡിയും റബ്ബർ ബോർഡ് നൽകുന്നുണ്ട്. പൂക്കളിൽ നിന്നും ചെടികളിൽ നിന്നും ഈച്ചകൾ സംഭരിക്കുന്ന മധു തേനീച്ചയുടെ ദഹനവ്യൂഹത്തിൽ നിന്നുള്ള എൻസൈം കൂടി ചേർന്നാണ് തേനായി മാറുന്നത്. ഇത് ഈച്ചയുടെ ഭക്ഷണത്തിനായി അവർ സംഭരിക്കുന്നു. സ്വാദിഷ്ടമായ ഒരു പാനീയവും ആരോഗ്യപ്രദമായ ഒരു ദിവ്യ ഔഷധവും നമുക്ക് നൽകുന്ന ഈ ജീവികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തേനീച്ചകളെ നശിപ്പിക്കാതെ തേനെടുത്താൽ വീണ്ടും ആ കൂട്ടിൽ നിന്ന് തേൻ ശേഖരിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കി. ഈ തിരിച്ചറിവ് കൊണ്ടാണ് തേനീച്ചകളെ വളർത്താനും അത് വ്യാവസായിക അടിസ്ഥാനത്തിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക യന്ത്ര ബാങ്ക് സ്ഥാപിക്കുവാൻ ധനസഹായം. കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ 100ാം വാർഷികം മാർച്ച് മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. ഗ്രാമീണ മേഖലയിൽ വിവിധ കാർഷിക യന്ത്രങ്ങൾ ആവശ്യക്കാർക്ക് വാടകയ്ക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള കാർഷിക യന്ത്ര ബാങ്ക് സ്ഥാപിക്കുവാൻ കൃഷി വകുപ്പ് ധനസഹായം നൽകുന്നു. യുവസംരംഭകർ, കാർഷിക സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് വിവിധതരം കാർഷിക യന്ത്രങ്ങൾ വാങ്ങുവാനും അവ കർഷകർക്ക് വാടകയ്ക്ക് നൽകുവാനും 60 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലാ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കൊല്ലത്തെ സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 25-ന് കൂൺ കൃഷിയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047426635599.
കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ 100ാം വാർഷികാഘോഷം മാർച്ച് മുതൽ ഡിസംബർ വരെ വിവിധ പരിപാടികളോടെ നടത്തുന്നു. കാർഷിക പ്രദർശനം, ചർച്ചാ ക്ലാസുകൾ, കാർഷിക വിശകലനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം മോഡൽ ബയോടെക്നോളജി ആൻഡ് ഫ്ലോറികൾച്ചർ സെന്ററിൽ മേൽത്തരം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടാതെ വിവിധ തരം പച്ചക്കറി തൈകളും മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04712413 ആലപ്പുഴ ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട മേൽത്തരം മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായി. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04722449 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിക്കുന്ന ദേശീയ ജൈവ വൈവിധ്യമേള കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട 100ഓളം പ്രദർശന വിപണന സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 24-ാം തീയതി മേള സമാപിക്കും. കോഴിക്കോട് കൃഷിവിജ്ഞാന കേന്ദ്രം സ്ത്രീകൾക്കായി ജൈവ കീടനാശിനി നിർമ്മാണം, പഴം പച്ചക്കറി സംസ്കരണം, കാർഷിക യന്ത്രവൽക്കരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0496666041. തിരുവനന്തപുരം ചെറുന്നിയൂർ കൃഷിഭവനും നാളികേര വികസന ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരാഴ്ചത്തെ തെങ്ങ് കയറ്റ പരിശീലന പരിപാടി ഈ മാസം 29 മുതൽ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 8500 രൂപ, കോഴിക്കോട് 8800, തൃശൂർ 8500. കൊപ്ര കൊച്ചി 5820, കോഴിക്കോട് 5800, തൃശൂർ 8050. കുരുമുളക് അൺഗാർബിൾഡ് 63100, ഗാർബിൾഡ് 66100. ചുക്ക് മീഡിയം 17000, ബെസ്റ്റ് 18500. മഞ്ഞൾ സേലം 11100, ഈറോഡിൽ 11300. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9500. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 9400, റബ്ബർ RSS 4ാം ഗ്രേഡ് 9500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 8400 രൂപ, കൊപ്ര 5820, പിണ്ണാക്ക് എക്സ്പെല്ല 2100, റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾഡ് 63100, ഗാർബിൾഡ് 66100. ചുക്ക് മീഡിയം 17000, ബെസ്റ്റ് 18500. അടയ്ക്ക പുതിയത് 20000 രൂപ മുതൽ 22500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 വരെ. ജാതിപത്രി 650 മുതൽ 925 വരെ. ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 9400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9500 രൂപ. ഒട്ടുപാൽ 6300, ലാറ്റക്സ് 7400 രൂപ. കമ്പോള അവലോകനം. ആഭ്യന്തര വിദേശ ഓർഡറുകളിൽ കുരുമുളക് പ്രതീക്ഷ നിലനിർത്തി. കാർഷിക മേഖലയിൽ നിന്ന് പുതിയ കുരുമുളക് വരവ് ശക്തമല്ലെങ്കിലും ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ മാറ്റം അനുഭവപ്പെട്ടില്ല. പ്രതികൂല കാലാവസ്ഥ മഞ്ഞൾ കൃഷിയെ ബാധിച്ചു. മികച്ച നേരിട്ടതോടെ ഔഷധ മൂല്യം ഉയർന്ന മഞ്ഞളിനായി വ്യവസായികൾ ഈറോഡ് സേലം വിപണികളിൽ സജീവമായി. വിദേശ ഓർഡറുകൾ മുൻനിർത്തി ചുക്ക് സംഭരിക്കുന്ന തിരക്കിലാണ് കയറ്റുമതിക്കാർ. വൻവില മോഹിച്ച് ഉൽപാദകർ കാര്യമായി ചുക്ക് വിൽപ്പനക്കിറക്കിയില്ല. കൊപ്ര വില സ്റ്റഡിയാണ്. അതേസമയം മാസാരംഭം അടുത്തതോടെ മില്ലുകാർ വെളിച്ചെണ്ണയ്ക്ക് ഉയർന്ന വില ആവശ്യപ്പെട്ടു. ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക വരവ് ചുരുങ്ങിയത് മുൻനിർത്തി ഉയർന്ന വിലയ്ക്ക് ചരക്ക് സംഭരിക്കാൻ ഇടപാടുകാർ രംഗത്തുണ്ട്. വരണ്ട കാലാവസ്ഥ ഏലക്ക ഉൽപാദനത്തെയും ബാധിച്ചു. കണ്ണൂർ കൂടിയ താപനില 37.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.8, 26.9. കൊച്ചി 33.4, 26. ആലപ്പുഴ 35.2, 27.2. പുനലൂർ 36.5, 23. തിരുവനന്തപുരം 34.3, 25.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.